ഇവിടെ തന്നെ അമ്പലത്തില് മണി അടിക്കുന്നു, ഇവിടുന്ന് ബാങ്ക് വിളിയും കേൾക്കുന്നു ഒരേ ടൈമില് കേട്ടോ, ഒരേ ടൈമില്. Hi guys, good morning. Welcome to a new vlog. Welcome to Charminar. പ്രിയ മറ്റേ പെഡസ്ട്രിയൻ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പിലൊക്കെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ആകെ കൂടെ ഷോക്കാണ്. സോ ചെറിയ ഇൻട്രഡക്ഷൻ തരാം. ചാർമിനാർ എന്ന് പറയുന്നത് ഇവിടുത്തെ അന്നത്തെ സുൽത്താൻ മുഹമ്മദ് ഹൈദരാബാദ് ഫൗണ്ട് ചെയ്തപ്പോൾ, ഗോൾക്കൊണ്ടയിൽ ഹൈദരാബാദ് ക്യാപിറ്റൽ ആക്കിയപ്പോൾ പണിത ബിൽഡിംഗ് ആണ്. വേറെ ഒരെണ്ണം പറയുന്നത് ഇവിടെ ഒരു ഭയങ്കര പ്ലേഗ് ഉണ്ടായിരുന്നു, ഒരു അസുഖം ഉണ്ടായിരുന്നു, അത് പോയപ്പോഴേക്കും പണിതാന്ന് പറയുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഒരു 15th century മോണ്യുമെന്റ് ആണ്, സെന്റർ ഓഫ് ഹൈദരാബാദ് അന്നും ഇന്നും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ, ക്രൗഡഡ് ആൻഡ് കെയോട്ടിക്. പ്രിയ ചാർമിനാറിൽ വന്നിട്ട് ഞാൻ പണ്ട് വന്നാണെന്നൊക്കെ പറഞ്ഞ് വന്നതാ. ഇവിടെ വന്നപ്പോ പ്രിയക്ക് പ്രാന്താവുന്നത് ആദ്യം തന്നെ അതാണ് സത്യം. ബാക്കിയൊന്നും അല്ല, ഈ ഭയങ്കര ഹോണടി. നമുക്ക് വ്ളോഗ് ചെയ്യാൻ തന്നെ എന്തൊരു പാടാന്നറിയോ. ഈ കെയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഇതാണ്, ഒന്നുമില്ല. എനിക്കൊന്നും ലോ ആൻഡ് ഓർഡർ ഒന്നും ഇവിടെ ഒന്നും നടക്കില്ല കേട്ടാ. അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും വഴക്ക് പറയും, ഹോൺ അടിക്കും, എന്ത് വേണമെങ്കിലും. അതിൻ്റെ ഇടയ്ക്ക് പോലീസ് വണ്ടി ഉണ്ട്, ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഇതാണ് ആ ചാർമിനാർ എന്ന് പറയുന്ന ബിൽഡിംഗ്. ആൻഡ് എന്താണെന്നറിയോ, ഇപ്പോഴും ഇതിന്റെ മുകളില് മോസ്ക് സ്റ്റിൽ, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ആ 5th ഫ്ലോറിൽ മുകളില് മോസ്ക് ഉണ്ട് ഇപ്പോഴും. ഇറ്റ്സ് ആൻ ആക്റ്റീവ് മോസ്ക്. 4 പില്ലേഴ്സ് എന്നാണ് പറയുന്നത് അതിന്റെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ഈ 4 പില്ലേഴ്സും ഖുറാന്റെ ഓരോ വേഴ്സസ് വെച്ചോ അങ്ങനെ എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പല തിയറി ഉണ്ട്. വേറെ ഒരെണ്ണം ഉണ്ട്, ഒരു തിയറി ഇവിടുന്ന് ഗോൾക്കൊണ്ട വരെ അണ്ടർ എന്താ മറ്റേ ഹിഡൻ പാസേജ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ അതൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വരുന്ന എല്ലാവരും ഒരു ട്രൂ ഹൈദരാബാദി കെയോസ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ബാ, എന്തിനാ തുടങ്ങണ്ടേ? ये सेट एक 1 hand का है वो, ये 2 hand का है, 2 hand का 300 रुपीज. ये एक हाथ के लिए इतना आता है. हाँ. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ഈ ഗ്ലിറ്റർ നമ്മുടെ മേത്തോട്ടാവും. ഇതാ കണ്ട നിനക്ക്. അത് പക്ഷെ എപ്പോഴും ആവില്ലല്ലോ, ഒരു ഫസ്റ്റ് ഫ്യൂ യൂസസിനല്ലേ ആവുള്ളൂ. കണ്ട ഇങ്ങനെ ഒന്ന് കുടഞ്ഞാ മതി, മൊത്തവും നമ്മുടെ മേത്ത്. एक्स्ट्रा रहता हो. കൊള്ളാം കേട്ടാ. എത്രയിന്? 100 രൂപ. ഞാൻ അത് പാർക്കേജ് ചെയ്യണ്ടല്ലോ. കൊള്ളാല്ലേ? ഇതിലാ മിനുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, പൊടിഞ്ഞു വരുന്നില്ല. ബ്ലൂ ഉണ്ട്, നല്ല രസമുണ്ടല്ലേ വർക്ക് ഒക്കെ. എന്ത് മെറ്റീരിയല? പ്ലാസ്റ്റിക് അല്ലേ? അകത്തൊരു വെൽവെറ്റ് ഫാബ്രിക്. ये प्लास्टिक है, ग्लास फाइबर रहता है. ഫൈബർ. ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ഇടും. അല്ല, ഇതിന്റെ പക്ഷെ 2 പീസ് ഇല്ലേ? ഉണ്ട്, ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കിയുള്ളൂ. ഇതെല്ലാത്തിനും 2 എണ്ണം വെച്ചോണ്ട്. ഓക്കെ, നല്ലല്ലേ? ഇത് മറ്റേ റെയിൻബോ ആയല്ലോ ഓൾറെഡി. ഭംഗിയില്ലേ? എടുത്തോ. അത് ലാഡ് ബസാർ എന്ന് പറഞ്ഞ ഇതിന്റെ തൊട്ടടുത്തൊരു വേറെ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ തന്നെ നടക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പേൾസിന്റെ ഉള്ളത്, പേൾസിന്റെ ഷോപ്പ്. പക്ഷെ നമുക്കിത് ഒറിജിനൽ ആണോ അല്ലയോ ഒന്നും അറിയില്ല, ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടാ, മോഷണം പോകാൻ സാധ്യതയുണ്ട്, ബാഗും പേഴ്സൊക്കെ സൂക്ഷിച്ചോളെ. അഡിഡാസിന്റെ ഡ്യൂപ്പ് വരെ ഇവിടെ ഇരിക്കുന്നു. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എന്നറിയോ, ഇത്ര തിരക്കും ഉണ്ടായിരുന്നില്ല. ഇതാണില്ലല്ലോ, ഇപ്പൊ ഭയങ്കര ക്രൗഡാ. വീക്കെൻഡ് ഒന്നും ഇവിടെ ആലോചിക്കാൻ പോലും പറ്റില്ല. അയ്യോ, പ്രിയ മിക്കാറും ഒരു കട തുടങ്ങാനുള്ള ബാംഗിൾസ് വാങ്ങിക്കൊണ്ട് പോകും കേട്ടാ. അത് മറ്റേ ജിഗ കൊറേ നാളായിട്ട് അത് ഇല്ലായിരുന്നല്ലോ. കൊള്ളാം, പക്ഷെ നല്ല സ്റ്റോൺ വർക്ക്. നല്ല രസമുണ്ട്. എടുത്ത എല്ലാ മറ്റേ വളകളൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ട്. എല്ലാ ബാംഗിൾസിലും നല്ല നല്ല യുണീക്ക് വർക്ക് ഉണ്ട് കേട്ടാ. ഇങ്ങനത്തെ ആണെങ്കിലും അതുപോലെ തന്നെ
ഇതുപോലത്തെ കുറെ സ്റ്റോൺ വർക്ക്സിന്റെ ആണെങ്കിലും എല്ലാത്തിലും ഭയങ്കരമായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗോൾഡൻ ആണെങ്കിലും നോക്ക്, പ്രിയക്ക് എല്ലാം മറ്റേ ഭയങ്കര വലിയ ബാംഗിൾസും ഭയങ്കര വർക്ക് ഉള്ളതായിട്ട് ഇഷ്ടം. കണ്ടോ ആ പേള് വരുന്നതിന്റെ ഇടയില്. ആ അതെ അതെ, ഓരോന്നിനും പേൾസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പോലെ. അതിന്റെ തന്നെ കളേഴ്സും ഉണ്ട്. ഇതൊക്കെ കണ്ടാ ട്രൂ ഇന്ത്യ സ്റ്റോറി, ഇന്ത്യ ഓക്കെ, നമ്മുടെ കേരള സ്റ്റോറി പോലെ ട്രൂ കേരള സ്റ്റോറി പോലെ ട്രൂ ഹൈദരാബാദ് സ്റ്റോറി, ശിവ് മന്ദിർ. പക്ഷെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യയിലേക്കാണ്, ചാർമിനാറിന്റെ തൊട്ടടുത്ത്. ഒരു കുഴപ്പമോ ഒരു ബേളോ വേണ്ടവർ ഇവിടെ പോവാ, അവിടെ പോകേണ്ടവർ അവിടെ പോവാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. പ്രിയ ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു, വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ വന്നേന്ന് പറഞ്ഞു. എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് 2 ദിവസം ഏട്ടാ തുടങ്ങിയിട്ട് എന്താ ഷോപ്പിംഗ്. അപ്പൊ ഒന്നൊന്ന് ഇതൊക്കെ ഇവിടെയൊക്കെ അല്ല, എനിക്ക് നിങ്ങളൊക്കെ വാങ്ങിത്തരാം. വേണോ വാളാ? എനിക്ക് പേളിന്റെ മാല മതി. മറ്റേ ബാഹുബലിയിൽ ഇട്ടല്ലോ ആള് പ്രഭാസ്, അത് ബാഹുബലിയുടെ ഡ്രസ് ഇട്ട് അല്ലെങ്കിൽ റോട്ടിൽ പേളുമാലയും കൊണ്ട് നടക്കും. അതൊക്കെ ഇടും. വാങ്ങി തന്നാ മതി, ഞാൻ ഇട്ടോണ്ട് നടക്കാം. ഞാൻ വാങ്ങി തന്നെ. ഇനി ഇട്ടില്ലെങ്കിൽ കാണിച്ചു തരാം. ഞാൻ പേര് മാല കാണിച്ച് വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കാര്യം എനിക്ക് പറയാനുണ്ട്, ഞാൻ ഇതുപോലെ വേറൊരു മാർക്കറ്റിൽ പോയിരിക്കുന്നത് ഡൽഹിയാ. അതെന്ന് വെച്ച് നോക്കുമ്പോ ദിസ് ഇസ് 1000 times ക്ലീനർ. പിന്നെ ആൾക്കാർ കുറച്ച് ലിറ്ററിങ് അല്ലാതെ ഗവൺമെന്റ് ഇസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒരു സിവിൽ സെൻസും കൂടെ കാണുമായിരിക്കും കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത്. ആൻഡ് ഒരു നാറ്റവും അങ്ങനെയൊന്നും ഇല്ല അല്ലേ, ബാഡ് സ്മെല്ലൊന്നും. എനിക്കൊന്നും ഈ അത്തറിന്റെ അങ്ങനത്തെ ഒക്കെ കുറെ മണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പുകയ്ക്കുന്നതാ. എന്ത് പുകയ്ക്കും? ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ കടച്ചു വെച്ച്. പക്ഷെ എന്താണെന്നറിയോ, ഇത് നമ്മളെ ഇലക്ട്രിക് അല്ല, ഇത് ഇങ്ങനത്തെ നമ്മുടെ വീട്ടിലുണ്ട്, ഇലക്ട്രിക് ഉണ്ട്. ഇത് നല്ല വേണം കേട്ടാ. പക്ഷെ ഇതൊരു ഫീലാ കേട്ടാ, ഇവിടെ വന്ന് ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നത്. ആൾക്കാരും അത്യാവശ്യം ഫ്രണ്ട്ലി അല്ലേ, ഭയങ്കര ഒരു റൂഡ്നെസ് ഒന്നുമില്ല. ഇത് ജാസ്മിൻ ആണ്, നല്ല മണമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു കൂടുതൽ വിലയുള്ളവരുണ്ട്, 1000 രൂപയുടെ ഉണ്ടെന്ന്. ഇതൊക്കെ 50-100 രൂപയൊക്കെ ഉള്ളൂ, 200 1000 രൂപയുടെ 1000 റുപ്പീസിന്റെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ അതൊന്നും നമ്മൾ എന്താന്ന് നോക്കട്ടെ. 100 ഗ്രാമിന് 1000 രൂപ. ഒക്കെ അറബിക് സ്മെല്ല്, ബക്കൂറില്ലേ മറ്റേ പുകയ്ക്കുന്നത്. എന്നിട്ട് നമ്മള് മറ്റേ ദുബായ് ഷെയ്ഖിന്റെ വീട്ടിലെത്തിയ പോലെയാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് 600 രൂപ, ഭയങ്കര എക്സ്പെൻസീവാ. വീട്ടിലൊക്കെ ഇനി മണത്തോടെ മണമായിരിക്കും കേട്ടോ. ഇത് കണ്ട കമ്പിത്തിരി അല്ല, ഇത് 2 മണിക്കൂർ കത്തുന്ന ചന്ദനത്തിരി. ഇത് വേറെ. ഇവിടെ 1000 ഊതാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. പ്രിയക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനമാ. എനിക്ക് തലവേദനക്ക് ഉള്ളൂത് 4 ഊത് എടുത്തിട്ടുണ്ട്, 1000 രൂപയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്. തലവേദനിച്ച് തുടങ്ങി മണം അടിച്ചിട്ട്. ഞാൻ 12 വർഷമായിട്ട് തലവേദനയുണ്ട് എനിക്ക്. അപ്പൊ കുറച്ച് ഊതിന്റെ തലവേദനയൊക്കെ സഹിക്കാം. ഇവിടെ തന്നെ അമ്പലത്തില് മണി അടിക്കുന്നു, ഇവിടുന്ന് ബാങ്ക് വിളിയും കേൾക്കുന്നു ഒരേ ടൈമില് കേട്ടോ, ഒരേ ടൈമില്. ഷോപ്പിന് ഇത് ഷോപ്പ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ് മന്ദിർ ഇല്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ഷോപ്പിൽ വന്നാൽ മതി. കിടിലൻ സാധനങ്ങളുണ്ട്. നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും തന്നിട്ടില്ല കേട്ടാ, പക്ഷെ നല്ല നല്ല മണമുള്ള സാധനങ്ങളാ. ഓ നൈസ് അല്ല, ഇത് ബക്കൂര നമ്മുടെ തൊടാൻ മൈതാനിലേക്ക നമ്മുടെ ഡിഫ്യൂസറിൽ ഇടാം. ഓ ഇനി പൊളിക്കുക ഞാൻ. ഊത് പെർഫ്യൂമും കാറിലും ഞാൻ ഊതാക്കി. ഇപ്പൊ വീട്ടിലും ഊത്. എനിക്ക് അറബിക് കണക്ഷൻ ഉണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉൾവിളി വരുന്നു. അല്ലല്ല, ഇതെന്റെ ഉൾവിളിയാ. ഇവിടെ തന്നെ 1 മണിക്കൂർ പോയി, പക്ഷെ 10:30 വരെ ഉണ്ടെന്ന്. ഇനി ഇതേ പേള് മാല വാങ്ങണ്ടേ ബാഹുബലിയുടെ? അറിയില്ല. അപ്പൊ ഈ മാല വാങ്ങിക്കോളെ. ഇത് ഇനി വാങ്ങിയാണ്ടല്ലോ തീരും. ഡാഡി ഇറങ്ങും അങ്ങോട്ട് വടിയായിട്ട്. ഇപ്പൊ വരും. ചെരുപ്പുകൾ അത്തർ വാങ്ങണ്ടേ? അത്തർ പെർഫ്യൂം ഭയങ്കര ഫേമസ് ഇവിടെ. അത് കുറച്ച് കഴിഞ്ഞ് നോക്കാം. അതെ, ഇവിടെ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ ഒരു ടൈമായി, ലൈറ്റ് ആയിട്ട് കഴിക്കാം. ഇവിടെ ഒരു ഫ്രൂട്ട് സാലഡ് പോലത്തെ സംഭവം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഐക്കോണിക് സംഭവമാണ് ഈ റെഡ് ബലൂൺസ് ഈ ചാർമിനാറിന്റെ മുമ്പിൽ പറക്കുന്നത്. എന്തൊരു ലുക്ക് അല്ലേ അത്, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും. ഓ ഭയങ്കര പോലെ തിരക്കാണ്. വീക്ക് ഡേ ആണെങ്കിൽ പോലും. പിന്നെ വൈകുന്നേരം വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ചൂടാണല്ലോ. പക്ഷെ ആ തിരക്കിന് ഒരു രസമുണ്ട് ഇവിടെ. എന്താ അറിയോ, അത്യാവശ്യം വീണ്ടും പറയാണ്, അത്യാവശ്യം ഇത്രയും തിരക്ക് വരുന്ന ഒരു ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് വൃത്തിയുള്ള ഒരു സ്ഥലം തന്നെയാണിത്.
ലൈറ്റ് കുറച്ച് കുറവാണ്. എനിക്കൊന്ന് ലൈറ്റ് ചിലപ്പം ഓണായി വരുന്നേ കാണുള്ളായിരിക്കും. മിലാൻ ജ്യൂസ് സെന്റർ ഫസ്റ്റ് ഫുഡ് സ്റ്റോപ്പ്. നല്ല കിഡിലൻ മൾബറിയുടെ എന്തോ ഒരു ക്രീം കിട്ടും. അത് തപ്പിയാണ് ഞാൻ ഇവിടം വരെ വന്നിരിക്കുന്നത്. അത് ഇനി അഗെയിൻ ബാക്ക് ടു ഷോപ്പിംഗ്. തിരക്ക് കണ്ട ഒരു ഭംഗിയുള്ള മോണുമെന്റ് കാർമിന. സോ റോയൽ, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മൾ പോയ ചൗമല പാലസും ഭയങ്കര ഒരു ഭംഗിയുണ്ട് കേട്ടോ. സിംപ്ലിസിറ്റിയിലാണ് ഭംഗിയിരിക്കുന്നത്. അതെ, താഴെ വൃത്തിയും കൂടെ ആക്കിയിരുന്നെങ്കിൽ. ഇത്രയും വൃത്തിയില്ലേ ഈ തിരക്കുള്ളല്ലോ. ഡൽഹിയൊക്കെ നോക്ക്. ഞാൻ ഡൽഹി വന്നിട്ടില്ലല്ലോ. അതാ, ഇത് ഭയങ്കര വൃത്തിയാ കമ്പാരിറ്റീവ്ലി. മനസ്സിലായോ? ഇത് ആൾക്കാർ കുറച്ച് ലിറ്റർ ചെയ്യുന്നുണ്ടോ അല്ലാതെ സ്ഥലം ഭയങ്കര ക്ലീനാ. ആൾക്കാർ കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എബ്രോഡ് പോലെയോ. ഞാൻ പറഞ്ഞേ, ആൾക്കാര് മുക്കിന് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിരുന്നെങ്കിൽ എന്ത് വൃത്തിയാണ്. സമ്മതിക്കണം, എബ്രോഡ് കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാ. ഈ സ്ഥലങ്ങളൊക്കെ. ജസ്റ്റ് ആ ഹൈജീനും സിവിക് സെൻസും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളായിരിക്കും വിശ്വഗുരു. കണ്ണടഞ്ഞില്ലല്ലോ, അത്രയും പോരാ. മധുരം കുറവാണ്. ഫുൾ മിക്സ് ചെയ്യേ. ഇത് ആക്ച്വലി മൾബറി മലായ് ആണ്. സോ മൾബറി ക്രീം പോലത്തെ എന്തോ ഒരു സംഭവമാണ്. ദിസ് ദ വൺ വിച്ച് മോസ്റ്റ് ഫേമസ്. അതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. ഡാഡി ആയ എക്സ്പ്രഷനില് കൊള്ളാവോ? അതെ കണ്ട. ആ പ്രിയ കണ്ണടയ്ക്കുമ്പോ കണ്ണ് ബ്ലിങ്ക് ആവും കേട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ചു, അത് ഇഷ്ടപ്പെട്ട. അപ്പൊ പിന്നെ അത് അഭിനയം അല്ലാന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നമ്മള് നല്ലതെന്ന് പറയും, പൊട്ടയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അതാണ് നമ്മുടെ രീതി. എനിക്ക് ഒരു സ്പൂൺ മതി ടേസ്റ്റ് നോക്കാൻ. പേട ഇട്ട പാലില് മൾബറി. ഒട്ടും ഓവർ സ്വീറ്റ് അല്ല. ഞാൻ ഈ മൾബറിക്ക് പുളിയുണ്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നല്ലൊന്നുമല്ല, ഹൈപ്പിന് ഉള്ള സംഭവം കേട്ടോ. 100% മസ്റ്റ് ട്രൈ. ആക്ച്വലി ഇവിടുത്തെ ഒരു മസ്ജിദ് ആണ്. ഐ തിങ്ക് ജമാ മസ്ജിദ്, എനിക്ക് ഉറപ്പില്ല. പക്ഷെ എല്ലാ റിലീജിയനിലുള്ള ആൾക്കാർക്കും കേറാം. ഇത് ഭയങ്കര സംഭവം പോയി അല്ലേ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് മിലൻ ജ്യൂസ് സെന്റർ എല്ലാവർക്കും അറിയാം, അടിച്ചാൽ മതി. ലാഡ് ബസാറിലേക്ക് പോവാണ്. അവിടെ കുറച്ചും കൂടെ തിരക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ചായയും ബൺമസ്കിയും വേണമെങ്കിൽ ഓബിയസ്ലി കെഫെ നിലൂഫർ ഇസ് ദർ. അല്ലാതെ നിമ്ര കെഫയും ബേക്കറി അത്യാവശ്യം നല്ലതാണെന്ന് കേട്ടിരിക്കുന്നത്. നല്ല ബാഗ്സും ഒക്കെ പ്രിയ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വർക്കുള്ള നല്ല ഹെവി ലുക്കിംഗ് ബാഗ്സ്. ലുക്സ് നൈസ് നോ? ചെരുപ്പുകളും നല്ല ഫിനിഷ് ആണെങ്കിൽ എനിക്കൊന്ന് ലാഡ് ബസാർ. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് കറങ്ങി നോക്കാം എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറ്റിയത്. റോഡൊക്കെ ഉണ്ടല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൈൽസ് ഇട്ടത് കൊണ്ട് തന്നെയാണ് ഈ പ്ലേസ് ഒരു 1000 ടൈംസ് ഗുഡ് ലുക്ക് വരുന്നത്. ബിരിയാണി കഴിക്കാനുള്ള പോയിക്കേ. ഇപ്പോഴല്ലേ അത് അടിച്ചു കയറ്റിയേ. ഇനി അടുത്ത കോൺ വേണം എന്ന്. നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ കഴിക്കാൻ നോക്ക്. ഇതൊക്കെ ബാംഗിൾ ഷോപ്സ്. എന്റെ അമ്മോ, എന്താ ഇത്? എങ്ങോട്ടാ? ഡയമണ്ട് പോലെ ഇരിക്കുന്നത്. കൂടുതല. അത് ഭംഗി ഇതിലിപ്പോ അറിയാൻ പറ്റുന്നില്ല, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. വേൾഡിലെ ഇത്രയധികം ബാംഗിൾ സെലക്ഷൻസും ബാംഗിൾസും ഉള്ള ഒരു സ്ഥലം വേറെ കാണില്ല അല്ലേ? എന്തോരം ഷോപ്സാന്നറിയോ, എന്തോരം ഷോപ്സ്. എന്നിട്ട് ഇവർക്കൊക്കെ കച്ചവടം ഉണ്ടാവോ? ഇത് എല്ലാം ഒരു ഇത് കണ്ടിട്ട് എനിക്ക് ഒരേപോലെ തന്നെയാ തോന്നുന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ യുണീക്നെസ് കാണുമായിരിക്കും. നടന്നു പോവും. എന്നിട്ട് പ്രിയ ഏതെങ്കിലും കടയിൽ കയറിപ്പോ ഒന്നും പറയത്തില്ല കേട്ടാ, ചുമ്മാ കയറിപ്പോ. ഇനി ഞാൻ തപ്പി നടക്കണം. എന്താ ഇതാണ് പ്രശ്നം. പഴഞ്ചൻ ചിന്താഗതികളുള്ള ആൾക്കാര് അറിയോ? മെൻസ് ചോക്കർ പോൾഷ്യൻ ഭയങ്കര ഫേമസ് ആയിപ്പോ. നമ്മുടെ നാട്ടിലിട്ട വേറെ. അതെ, ഞാൻ നിങ്ങളുടെ ജനറേഷൻ അല്ല പ്രിയ, ഞാൻ ഇപ്പത്തെ ജനറേഷന്. എനിക്കൊരു പേൾ വാങ്ങണം എന്നുണ്ട്. പക്ഷെ പ്രിയ പറയുന്നത് നാട്ടിലിട്ടോന്ന് കടന്ന് ആ കളിയാക്കും എന്നാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. പിന്നെ ഇനി കൂടുതൽ ഞാൻ അങ്ങോട്ട് റെപ്യൂട്ടേഷൻ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒന്നും വാങ്ങാൻ വേണ്ടിയല്ല, പക്ഷെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇതുപോലെ വളകള് ഷോപ്പ് ചെയ്യാം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ പേൾസിന് നിങ്ങൾക്ക് നോക്കാൻ അറിയാമെങ്കിൽ മാത്രം എടുക്കുക. അങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഭയങ്കരമായിട്ട് ഹാസലിങ്ങോ
അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പേളിൽ വിൽക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഒന്നും അല്ലാതെ ഭയങ്കരമായിട്ട് നമുക്കൊരു ശല്യോ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കേട്ടോ അതിൻ്റെ അകത്ത്. എനിക്ക് തോന്നുന്നു മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ മിലാനും ജ്യൂസ് സെൻറ്ററിലെ ആ ഒരു മൾബറി മലായ്. ഇനി നേരെ ബിരിയാണി കഴിക്കാനായിട്ട് അതും കൂടെ അങ്ങനെ നോക്കട്ടെ. അത്രയും ഹൈപ്ഡപ്പ് അല്ലേ. പാരഡൈസും ബാവർച്ചിയും എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞത് ഷാദാബ് തന്നെ ട്രൈ ചെയ്യാനാണ്. ഞങ്ങളെ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളൂ. പക്ഷേ ഭയങ്കര ട്രാഫിക്കിനിടയിൽ നടക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഓട്ടോ പിടിച്ച് പോവാണ്. 100 രൂപയാണ് 500 മീറ്റർ പോകാനായിട്ട്. പക്ഷെ കംപ്ലീറ്റ് നമ്മുടെ എന്താ പറയുന്നത് ആ ബസാറിനകത്ത് മാത്രമല്ല ബാക്കിയുള്ള ഈ ഏരിയ മൊത്തം ഇതുപോലെ തുണിക്കടകളാണ്. ഫുൾ കംപ്ലീറ്റ് തുണിക്കടകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കാറും ജീപ്പും ബൈക്കും എല്ലാം പോകുന്നുണ്ട്. അൾട്ടിമേറ്റ് കെയോസ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ സ്റ്റിൽ വെരി ഫങ്ഷണൽ. ഇത് കംപ്ലീറ്റ് ഡ്രസ്സാണ് ഈ ഒരു ഏരിയ മൊത്തം. എല്ലാം ഭയങ്കര ഓവർ ദ ടോപ്പ് ആട്ടാ. സാധാരണ ഡ്രസ്സുകളോ ഷർട്ട്സോ ഒന്നുമില്ല. എല്ലാം ഭയങ്കര ഗിൽട്ട് വർക്കും ഒക്കേഷണൽ വെയർസും ഒക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത്. അവസാനം ആ ലെജൻഡറി ഹോട്ടൽ ഷാദാബിലേക്ക് വന്നിരിക്കുവാണ്. വേറെ ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷെ അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഫുൾ കൺഫ്യൂഷൻ ആണ്. എന്തായാലും ഇവിടുത്തെ ബിരിയാണി പിന്നെ ഒരു എന്തോ ഫേമസ് ഒരു ഡിസേർട്ട് ഉണ്ട്, ഷായിക്കത്തുക്കട അങ്ങനെ ഏതോ. അത് മട്ടൻ പായ സൂപ്പിന്റെ മട്ടനാന്ന് തോന്നുന്നു കേട്ടോ. ഇതെടുത്ത് നേരെ ഇതിലേക്ക് ഇട്ട് സൂപ്പാക്കും. ഓ കൊള്ളാലോ. 3-4 ഫ്ലോർ ഉണ്ട് കേട്ടാ. ഇത് സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഫ്ലോർ. നമുക്ക് എന്തായാലും സെക്കൻഡ് ഫ്ലോറിൽ തന്നെ ഇരിക്കാൻ തോന്നുന്നു. ഏറ്റവും മുകളിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ആംബിയൻസും സെറ്റപ്പ് ഒക്കെ ടോട്ടലി മാറി അല്ലേ. 3 ലെവലാ ശരിക്കും. മോസ്റ്റ് ഫേമസ് പായാസു. ഇത് ഡെയിലി ഒരെണ്ണം കുടിച്ചോണ്ടല്ല സ്കിന്നൊക്കെ തിളങ്ങി കൊളാജനൊക്കെ ഇങ്ങനെ ചാടി നമ്മുടെ ജോയിന്റ്സ് ഒക്കെ സ്ട്രോങ് ആയി ഫുൾ സെറ്റപ്പ് ആയിരിക്കും. മട്ടൻ മട്ടന്റെ അകത്തുള്ള മാരോ ബോൺ മാരോ ഫുൾ അത് കൊതിയിടുന്നില്ല. എരിവാണോ? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. മറ്റേ കോൾഡ് ഒക്കെ ക്ലിയർ ആവും. ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നു. ഇതൊരു തിക്ക് ശരിക്കും ഒരു മട്ടൻ കറിയുടെ അല്ലേ. പക്ഷെ കുറെ എന്താ പറയുന്നത് മറ്റേ നമ്മുടെ മിൻറ്റിന്റെ ഫ്ലേവർ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്താൻ പറ്റുന്നില്ല. നല്ല ബ്ലാക്ക് പെപ്പർ, നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്. കൊറിയാൻഡറും മിൻറ്റും ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് കൂടുതൽ കിട്ടുന്നത്. സ്പൈസി അല്ല. ദിസ് എ പെർഫെക്റ്റ് തിങ് ടു ഹാവ് ഇൻ റിയലി കോൾഡ് വിന്റർ. നോക്കെന്ത് തിക്കാണ്. എന്താ മട്ടൻ്റെ ഓയിലും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ആ ഫ്ലേവർ മൊത്തം ഇതിലുണ്ട്. മട്ടൻ്റെ ഒരു സ്റ്റാർട്ടറാണ് ഇത്. ബോൺലെസ് പീസാണ്. ഇറ്റ്സ് ലൈക്ക് ഫ്രൈഡ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഇത് മൊത്തം എനിക്ക് കിട്ടും. കാരണം എൻ്റെ മുളകിൻ്റെ മണം എനിക്ക് അടിക്കുന്നു, ഇവിടെ നിന്ന് അടിക്കുന്നു. നമുക്ക് സച്ച് ബ്ലേസിങ്. അതാ ഫുൾ മട്ടൻ എനിക്ക് കിട്ടും. ഓ ഇത് നമ്മുടെ BDF ഒരുപാട് ക്രിസ്പി ആവാതെ കുറച്ച് BDF മുകളിൽ മസാല പൊടികളും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ അല്ല കേട്ടോ, നമ്മുടെ ഒരു എന്താ പറയുന്നത് ഈ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഇല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ഫാറ്റി മീറ്റേഴ്സാന്ന് നോക്ക്. ഇട്ട് കഴിഞ്ഞ് ഓവറായിട്ട് ഫ്രൈ ചെയ്യാതെ കിട്ടുന്ന ഒരു സംഭവം പോലെ ഉണ്ട്. ഇറ്റ്സ് അഡിക്റ്റീവ്ലി ടേസ്റ്റി. ഓ യം. ഞാൻ വിചാരിച്ചു ഭയങ്കര സ്പൈസി ആയിരിക്കുന്നു, ബട്ട് നോ, ഭയങ്കര യമ്മിയാണ്. എന്തൊരു സോഫ്റ്റാ മട്ടൻ അല്ലേ. ഇറ്റ്സ് നോട്ട് വെരി സ്പൈസി. ഈ കണ്ടു കഴിഞ്ഞാത്തൊന്നും പേടിപ്പിക്കുന്ന പോലെയാണ്, പക്ഷെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നിർത്താൻ പറ്റാത്ത ഒരു ഫ്ലേവറാണ്. ഓഹോ അടിപൊളി കായ്. ഇത്രയും വരെ ലിവിങ് അപ്പ് ടു ദ ഹൈപ്പ്. അടിപൊളിയായിട്ടില്ലേ? ടേസ്റ്റ് നോക്കുക. ഇതാണ് മിർച്ചി കസാല. ഇവരുടെ ബിരിയാണിയുടെ കൂടെ ഇവർ കഴിക്കുന്ന ഒരു സംഭവം ഇതാണ്. ജസ്റ്റ് സേവ് വെദർ ഇറ്റ് ടേസ്റ്റ് നൈസ് ഓർ നോട്ട്. കാരണം ഒരു ഹൈദരാബാദി ക്യൂസിൻ്റെ ഒന്നും എക്സ്പേർട്ടൊന്നും അല്ല. എനിക്കിത് എങ്ങനെ ടേസ്റ്റി എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ബെഞ്ച് മാർക്കൊന്നും ഇല്ല. ഇതൊരു എന്തിൻ്റെ ടേസ്റ്റാണ്. കുറച്ചൊരു പരിപ്പ് കറിയുടെയും
ഒരു മട്ടൻ കറിയുടെ മിക്സ് ചെയ്ത പോലെ ഉണ്ട്. ഒരു ചെറിയ ബിറ്റർനെസ്സും ഉണ്ട്. എനിക്കിത് ബിരിയാണിക്ക് വേണമെന്നില്ല. ഇതൊക്കെ ഉണ്ട്. ആദ്യം തന്നെ പ്രിയ ചോദിച്ചത് എന്തോ ചോദിച്ചത് മൊത്തം തീർത്ത് കഴിക്കണേ. എന്നാ ഇത്രയും മതി ഒരാൾക്ക്. ഞാൻ കുറച്ചും പ്രിയക്ക് കൂടുതൽ. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. എന്താണെന്നറിയോ, ഞാൻ 5 ദിവസം കഴിക്കുന്നതാണ് പ്രിയ 1 ദിവസം കഴിക്കുന്നത്. അതാണ് സത്യാവസ്ഥ. പ്രിയക്കാണ് എല്ലാ പീസും വരുന്നത് കേട്ടോ. ഇത് ദമ്മാണ്, ഫ്രൈഡ് ഉണ്ട്. അത് നിങ്ങൾ ഓർഡർ ചെയ്യരുത്. സ്പെഷ്യൽ ബിരിയാണി ആണ്, ഒരു ഒറിജിനൽ ബിരിയാണി ഓർഡർ ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ടേസ്റ്റ് ഓഫ് ദിസ് അമേസിംഗ് ബിരിയാണി. നോക്കട്ടെ, മട്ടൻ ആൻഡ് ഓൾ ഈസ് സോ ഗുഡ്. മട്ടൻ്റെ പിന്നെ കാര്യത്തിൽ ഇവിടുത്തെ നമുക്കൊരു ചോദ്യം ഇല്ലല്ലോ. കുറച്ച് അധികം ഓയിലിയാണ്. നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ. ഓ, ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് വെരി നൈസ്. ഇത് അധികം മസാലയൊന്നുമില്ല, ഒരു മന്തി വിത്ത് മസാല അതുപോലത്തെ ഒരു ഫ്ലേവർ എനിക്ക് തോന്നുന്നത്. എൻ്റെ മീറ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് അമേസിങ് മീറ്റ് ക്വാളിറ്റി. ഒരു ചെറിയൊരു ലൈമിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട്. ബട്ട് ഓപ്പോസിറ്റ് വാട്ട് ഐ തോട്ട്, ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, സ്പൈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒട്ടുമല്ല. പക്ഷെ സത്യം പറയട്ടെ, ഐ സ്റ്റിൽ പ്രിഫർ അവർ നാട്ടിലത്തെ ബീഫ് ബിരിയാണി ടു ദിസ് മട്ടൻ ബിരിയാണി. അല്ല, കേരള ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി അത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ അവർ നാട്ടിലത്തെ ബിരിയാണി, എസ്പെഷ്യലി കോഴിക്കോടൻ സ്റ്റൈലും നമ്മുടെ കൊച്ചി സ്റ്റൈലും. അല്ലേ, എനിക്ക് മട്ടൊന്നും കാണുന്നില്ല, എനിക്ക് അവിടുത്തെ ബീഫ് ബിരിയാണിയാണ്, എസ്പെഷ്യലി പത്തൽ ചിക്കൻ്റെ കിച്ചൻ്റെ ഒക്കെ. പക്ഷെ ഇതും അടിപൊളിയാണ് കേട്ടോ. നമുക്കൊന്നും പറയില്ല. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ, നമ്മൾ ആ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഐ ഡെഫിനറ്റ്ലി പ്രിഫർ കേരള ബിരിയാണി. നമുക്ക് അതായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലേ, ഹൈദരാബാദി ഇതുവരെയൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു ഫ്ലേവർ. അതുകൊണ്ട് ഒരു സ്പൂൺ കിട്ടിയിട്ട് എനിക്ക് തരും. എടുത്തോ. കഴിക്കാത്ത ആളാണ്. പലവർക്കും പല തെറ്റിദ്ധാരണയും അങ്ങനെ ഉണ്ടാവും. പറയാ വീടെടുത്ത് കേട്ടാ. എന്താ വലിയ ടേസ്റ്റ് ഇല്ലല്ലോ. പ്രിയ ഭയങ്കര മധുരമൊക്കെ ആയിരിക്കും വിചാരിച്ച്, ഗുലാബ് ജാമുൻ പോലത്തെ ഫ്ലേവർ ഒക്കെ ആയിരിക്കും വിചാരിച്ച് എടുത്തതാ. ആപ്രിക്കോട്ടാ. കമ്പാരിറ്റീവ്ലി ഒരു ഹെൽത്തി ഡിസേർട്ട്. അത് മലായി കുബാനിക്ക മീട്ട. ആദ്യം എല്ലാത്തിലും ഇങ്ങനെയാണ്. ഹൈദരാബാദ് വന്നു കഴിയുമ്പോൾ തൊട്ട് എല്ലാം അങ്ങനെയാണ്. 1, 2, 3 കഴിയുമ്പോഴേക്കുമാണ് ഇതാണ് സംഭവം എന്ന് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടാ? കാണുമ്പോൾ തന്നെ എന്തൊരു ഒരു ഗോൾഡൻ റിച്ച് കളറാണ്. കൊടുക്കട്ടെ, ഞാൻ ഒരെണ്ണം കഴിച്ചു. ഒരു സ്പൂൺ എടുത്തേ. അത് ഇതിൻ്റെ ഒറിജിനൽ ഫ്രൂട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അത് പ്യൂരി പോലെ ആക്കി കുറച്ച് ഷുഗർ സിറപ്പിൽ ഇട്ട് എന്തോ സിനമൺ അങ്ങനെ എന്തൊക്കെ മസാല ഇട്ട് കുറച്ച് മലായും കൂടെ ഇട്ട് തരുന്നതാണ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഒരു ഫ്രൂട്ട് ഡെസേർട്ട് ഇത്രയും ഇഷ്ടപ്പെടുന്നു. ഇറ്റ് ഈസ് അമേസിങ്. മലായും കൂടെ വരുമ്പോഴാണ് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഓ, തീർത്ത് കേട്ടാ പ്രിയ. ഒരു 3 സ്പൂണും കൂടെ ഉള്ളൂ. ധൈര്യത്തോടെ കഴിച്ചത്. ആരെന്ത് പറയുന്നത് എനിക്ക് നോക്കണം. എനിക്ക് ആരും പേടിയൊന്നുമില്ല. വയറിന് നിറയുന്ന അത്രയും ഞാൻ കഴിക്കും. അതെ, വണ്ണം വയ്ക്കണേ വണ്ണം വെച്ചോട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ കുറയ്ക്കാമല്ലോ. അതെ, എന്നൊക്കെ ഞാൻ പറയും. എന്നിട്ട് ജിമ്മിൽ പോയി കിടന്ന് കരയും. അതെ, എന്തിനാ കഴിച്ചതെന്ന് ആലോചിച്ചു അല്ലേ. നിർത്തും. അയ്യടാ, നമ്മളൊന്നും കൂടെ കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നിങ്ങളൊരു ഇതെല്ലാം കണ്ടല്ലോ. പക്ഷേ ഇനിയിപ്പോൾ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നല്ല ട്രാഫിക് ആയിരിക്കും റൂം വരെ പോകാനായിട്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ബാക്ക് ടു അവർ റൂം. നല്ല മഴയാണ്. ഫുൾ ഹൈദരാബാദ് കറണ്ടൊക്കെ പോയെന്ന് തോന്നുന്നു. ആൻഡ് നല്ല ഹോട്ടലായിട്ടാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ നല്ല സർവീസും നല്ല സ്റ്റാഫും ഭയങ്കര ഫീഡ്ബാക്സിനൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പണാണ്. ഞങ്ങൾ താമസിക്കുന്നത് മെർക്യൂർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. സോ ഇനി നാളെ
വിൽ ബി ദ ലാസ്റ്റ് ഡേ ഇൻ ഹൈദരാബാദ്. സോ നാളെ എന്തെങ്കിലും നല്ല എനിക്ക് ആ ലേക്ക് സൈഡിലേക്കൊന്നും പോയിട്ടില്ല. ഹുസൈൻ സാഗർ ലേക്കിൻ്റെ ഏരിയയിലേക്കൊക്കെ പോകണമെന്നുണ്ട്. പറ്റുമെങ്കിൽ അതും വേറെ കുറേ നല്ല കാഴ്ചകളും കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് നാളെ വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.